എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു പോകണം. പോകാൻ പോകാൻ. എന്താ നിനക്ക് ഭയമില്ലടി? ഇല്ല, ഞാൻ പോയില്ല. പറയുന്ന കേൾക്കൂ.
അയൽവക്കക്കാരി പെണ്ണിന്റെ മരണം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ക്രൂരമായ സംഭവങ്ങളെ നേരിടാൻ കഴിയാതെ അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിൽ പോന്നു. വീട്ടുകാർ പിടിച്ച് ഒരു വിവാഹം കഴിപ്പിച്ചു. പക്ഷെ ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞു മാത്രമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ദുഃഖം. ഹലോ മിസ് രാധ, എന്താ സ്വന്തനയല്ലേ? ഞാൻ നടക്കട്ടെ വിനു. ഇപ്പൊ നാടകത്തിന് ഒരുപാട് ബുക്കിംഗ് ഉണ്ടെന്നാണല്ലോ കേട്ടത്. പണത്തിന്റെ കൊയ്ത്തായിരിക്കും. അപ്പോഴേ ഞങ്ങളൊക്കെ പാവങ്ങളാണേ. കുറച്ച് കാശ് ഞങ്ങൾക്കും കടം തരണം കേട്ടാ. മിസ്റ്റർ വിനു, താൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്നാ ഞാൻ വിചാരിച്ചു. ഇപ്പൊ അങ്ങനെ അല്ലെന്നായിരിക്കും. സംശയമുണ്ടോ? ഈ അലവലാതി പെണ്ണുങ്ങളുമായിട്ട് എന്തിനാ ഈ റോഡിൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? അത് എന്റെ ഇഷ്ടം. അതെ, അമ്മയ്ക്കും ഭാര്യയ്ക്കും പെങ്ങൾക്കും സുഖം തന്നെയല്ലേ? അതെ. എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, രാജേച്ചിയെ പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എനിക്ക് അന്വേഷിച്ചൂടെ? മിസ്റ്റർ വിനോദ്, അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം പറയല്ലേ? താൻ നേരത്തെ പറഞ്ഞത് അവരുടെ മുന്നിൽ വെച്ച് പറയേണ്ട കാര്യം 100 വട്ടം പറയും. എങ്കിൽ അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പായിരിക്കും തന്റെ മുഖത്ത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവരെന്റെ സഹോദരിയെ പോലെയാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആട്ടിച്ചിന്റെ പല്ല് വലിയൊരു മാന്യനായിട്ട് നടക്കുന്നു. ആദ്യം കളിച്ചാലുണ്ടല്ലോ നിന്റെ പെട്ടി കടന്നില്ല അഡ്രസ്സിലേക്കും പറഞ്ഞേക്കാം. ഇവിടെ നാണുങ്ങളില്ലെന്ന് വിചാരിച്ചോ? നടക്കുന്നു. എടാ നന്നെ കണ്ടോളാം. കാണാം, എപ്പോ വേണേലും കാണാം. നാരങ്ങ വാല് ചൂണ്ടയ്ക്ക് 2, ഇലകളിൽ പച്ച, പൂക്കളിൽ മഞ്ഞ, ആടുന്നുണ്ട് ഓടുന്നുണ്ട്, ആടുന്നുണ്ട് ഓടുന്നുണ്ട്. നാരങ്ങ വാല് ചൂണ്ടയ്ക്ക് 2, ഇലകളിൽ പച്ച, പൂക്കളിൽ ചുറ്റുവട്ടത്തുള്ള സകല കുട്ടികളും ഉണ്ടല്ലോ ഇവിടെ. രാവിലെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങിയ വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ ടീച്ചറെ പോയില്ലേ. പിന്നെ ഈ പൊടിയന്മാരെ ഒറ്റെണ്ണത്തിനെങ്കിലും മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. എടാ, നിനക്ക് വിശക്കണില്ലേ? പിന്നെ എനിക്ക് നല്ല വിശക്കണുണ്ട്. എന്നാ വരും. നേരെ ഒരുപാട്. എല്ലാവരും പോയിക്കോളൂ. ഇനി നാളെ. അല്ല, പാനസംഘം എല്ലാം പിരിഞ്ഞു പോവുക. പാട്ടും കൂത്തും ഒക്കെ കാര്യമായി നടന്ന മട്ടുണ്ടല്ലോ. കുറെ ദിവസമായി അവരുമായി ഒത്തുകൂടാൻ എനിക്ക് നേരം കിട്ടില്ലായിരുന്നു. ഇന്ന് എല്ലാരും കയറി ഒന്ന് ആക്രമിച്ചു. ചുറ്റുപാടുള്ള കുട്ടികളുമായിട്ട് കളിച്ചു തിരിച്ച് നടന്നാ മതിയോ രാധേ? കളിച്ചു തിരിക്കാതെ പിന്നെ അവരുമായി വഴക്കുണ്ടാക്കണോ ചേച്ചി? അതല്ലേ ഞാൻ ചോദിച്ചത്. നിനക്ക് നീ പ്രസവിച്ച കുട്ടികളുമായി കളിക്കാനും ചിരിക്കാനും ആഗ്രഹമില്ലേ? ആ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും പെണ്ണി ഈ ലോകത്തുണ്ട്? എനിക്കും ഉണ്ട് ആഗ്രഹം. എന്നാ അതങ്ങ് വേഗം നടത്തിക്കൂടെ? അവിടെയാ ചേച്ചി കുഴപ്പം. എന്താ? ഈ നാടകക്കാരെ കെട്ടാൻ ആര് വരാനാ? തോരാത്തേന് രോഗിയായിട്ടുള്ള അമ്മ. ഈ 2 ഭാര്യവും ഒരുമിച്ച് ചുമക്കാൻ ആര് തയ്യാറാവും? ആരെങ്കിലും നല്ല മനസ്സുള്ള ഒരാള് നിന്നെ തേടി വരും. അയാള് വരുന്നവരെ ഇക്കാര്യം കൂടെ മറക്കാം. ഊണൊക്കെ കാലമായോ? അയ്യോ, ഈ ബഹളത്തിനിടയിൽ അക്കാര്യം ഞാനങ്ങ് മറന്നു. അമ്മ ഇപ്പൊ തുടങ്ങി വിശക്കുന്നു എന്നുള്ള പാട്ട്. എന്നാ ചോറ് മാത്രം നീ വെച്ചാ മതി. കറി ഞാൻ കൊണ്ടുവരണേ. നിങ്ങളോ? എനിക്ക് രാധയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ നേരത്തോ? എന്താ എനിക്ക് ഈ നേരത്ത് വന്നൂടെ? വന്നുകൂടാ. ഇങ്ങനെ ഒരു സ്നേഹമില്ലാതെ സംസാരിക്കാതെ. നോക്ക്, കോഴിക്കോടുള്ള നാടകമ്പനിക്കാരൻ എന്റെ സ്വന്തക്കാരനാണ്. ഞാൻ വിചാരിച്ചാൽ രാധയെ അവിടെ കയറ്റിവിടാൻ നോക്കും. നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് ഒരിടത്തും കയറി പറ്റണ്ട. വാശി പിടിക്കാതെ. എന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാനൊത്തൊന്നും വരില്ല. ഈ നാട് മുഴുവനും നിങ്ങളുടെ കാരണവന്മാര് സമ്പാദിച്ചു വെച്ച വകയായിരിക്കും. ഇറങ്ങി പോകുന്നുണ്ടോ അവിടുന്ന്? വാസു കയറി വന്നാൽ വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോയിട്ടില്ല. എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞു തരണോ? സാധാരണ പെണ്ണുങ്ങളെ കാണാൻ എന്തിനാ വരുന്നത്? വാസു, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ?
പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഇറങ്ങി പോരാ പുറത്ത്. പാമ്പിനെയാണ് നോവിച്ചു വിട്ടെന്ന് ഓർത്തു. പാമ്പ് പോരാ പുറത്ത്. എന്നെ ഞാൻ പിന്നെ കണ്ടോളാം. മിസ് രാധയല്ലേ നാടകത്തിൽ അഭിനയിക്കാറുള്ള? അതെ. എന്താ? എന്റെ പേര് രഘു. ഇവിടെ അടുത്തൊരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. വിനു സാറിനെ കുറിച്ച് പറയാറുണ്ട്. രാധയ്ക്ക് ഇപ്പോൾ ജോലി തിരക്ക് വളരെയേറെ ഉണ്ടോ? ഇല്ല. എന്താണ്? എന്നെ ഒന്ന് സഹായിക്കാമോ? ഇപ്പോ എന്നെ ആരെങ്കിലും സഹായിക്കേണ്ട പരിസ്ഥിതിയിലാണ്. ഞാൻ എങ്ങനെ സാറിനെ സഹായിക്കും? സാധിക്കും. എങ്ങനെ? രാധ എനിക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കണം. അഭിനയമാണ് എന്റെ തൊഴിൽ. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. രാധ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ അല്പം വ്യത്യസ്തമായ കഥാപാത്രമായിട്ടായിരിക്കും ഇതിൽ അഭിനയിക്കേണ്ടി വരിക. ഏത് കഥാപാത്രമായാലും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് സാർ. ഈ നാടകത്തിൽ രാധയ്ക്ക് സ്റ്റേജ് ഉണ്ടാവില്ല. സ്റ്റേജില്ലാത്ത നാടകം? സാർ ഉദ്ദേശിക്കുന്നത് വല്ല പരീക്ഷണ നാടകമാണോ? പരീക്ഷണമല്ല, പക്ഷേ ഇതൊരു വലിയ പരീക്ഷയായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. തെളിയിച്ചു പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അത് പറയുമ്പോൾ എന്റെ സ്വകാര്യ ദുഃഖങ്ങൾ കൂടി പറയേണ്ടി വരും. 2 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യ മരിച്ചു. ഇന്നീ ലോകത്ത് എന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ എന്റെ കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ എന്റെ കൂടെ കൊണ്ടു താമസിപ്പിക്കുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സാറിന്റെ മകൻ സാറിന്റെ കൂടെയല്ലേ വളരേണ്ടത്? അതെ. അതേപ്പറ്റി എന്റെ അമ്മായിയോടും അമ്മാവനോടും പറഞ്ഞപ്പോൾ, നീ എന്തൊക്കെ പറഞ്ഞാലും മോനെ നിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞയക്കില്ല രഘു. നിനക്ക് ഒറ്റയ്ക്ക് ഇവനെ അവിടെ കൊണ്ടുപോയി നോക്കാൻ സാധിക്കില്ല. സാധിക്കാത്തത് ഒന്നുമില്ല അമ്മാവ. നീ ഓഫീസിൽ പോകുമ്പോ ഇവനെ ആര് നോക്കും? അതിന് പറ്റിയൊരായെ ഞാൻ കണ്ടുപിടിക്കും. ആ ആയ ഞാനാണെന്ന് കരുതിക്കും. എന്നാൽ അമ്മായി എന്നോടൊന്ന് താമസിക്കും. ഇവിടുന്ന് പോയ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? എനിക്ക് എന്റെ മോൻ കൂടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മാവ. അതാ നിന്നോട് ഞാൻ പറയുന്നത്, നീ ഒരു കല്യാണം കഴിക്കും. എന്റെ ബിന്ദുവിന്റെ സ്ഥാനത്ത് എനിക്കിനി വേറെ ഒരു പെണ്ണിനെ കാണാൻ സാധിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ബിന്ദുവിനെ 10 മാസം ചുവന്ന് പ്രസവിച്ച അവൾ അടഞ്ഞു. അവളെ നമുക്ക് വിധിച്ചില്ല. അവൾ പോയവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ കുഞ്ഞിനെ നിന്റെ കൂടെ പറഞ്ഞയക്കണമെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ച് ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുപോവാ. കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് പ്രാപ്തിയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ കുഞ്ഞിനെ നിന്റെ കൂടെ ഞാൻ പറഞ്ഞയക്കാം. ഇല്ലെങ്കിൽ ഇവനിവിടെ നിന്ന് വളരട്ടെ. അവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല രഘു. സാധിക്കുമെങ്കിൽ അവൾ പറഞ്ഞ പോലത്തെ കല്യാണം കഴിക്ക്. മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് ജന്മത്ത് സാധ്യമല്ല. എന്റെ മകന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതും എനിക്കിഷ്ടമല്ല. അവന്റെ അച്ഛനും അമ്മയുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അവനെപ്പോഴും എന്റെ കൂടെ വേണം. ഇക്കാര്യത്തിൽ രാധ എന്നെ ഒന്ന് സഹായിക്കണം. നാടകം അഭിനയിക്കാൻ അറിയുന്ന ഞാൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സാറിനെ സഹായിക്കുക? രാധ കുറച്ചു കാലം എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. ഭാര്യയായിട്ടോ? അതെ. അമ്മാവിന്റെ അമ്മായിയുടെ മുൻപിൽ 1 മാസത്തോളവും രാധ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക. എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടാൻ സഹായിക്കൂ. ഇതൊരു അപകടം പിടിച്ച കളിയാണ്. രാധയ്ക്ക് ഒരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നാടകത്തിലല്ല, ജീവിതത്തിലാണ് സാർ എന്നോട് അഭിനയിക്കാൻ പറയുന്നത്. ജീവിതത്തിൽ അമ്മയായിട്ട് അഭിനയിക്കാം, സഹോദരിയായിട്ട് അഭിനയിക്കാം. പക്ഷേ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ രാധയുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു പോറൽ പോലും സംഭവിക്കില്ല. പിന്നെ രാധ ചോദിക്കുന്ന എന്ത് പ്രതിഫലം ഞാൻ തരികയും ചെയ്യാം. 1 മാസം കഴിഞ്ഞാൽ ഈ കള്ളക്കളി അവർ കണ്ടുപിടിക്കില്ലേ? എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പറയൂ, രാധയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതമാണോ? നോക്കൂ, ഇതൊരു ജോലി മാത്രമായി കണക്കാക്കരുത്. രാധ ഇത് സമ്മതിച്ചാൽ
എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ശരി, എന്റെ അഭിനയത്തിന് സാർ എനിക്ക് എന്ത് തരും? ശരി, എന്ത് വേണം? ഒരു നാടകത്തിന് എനിക്ക് 100 മുതൽ 150 രൂപ വരെ കിട്ടും. അത്രയല്ലേ ഉള്ളൂ? എന്നാൽ ഞാൻ 5000 രൂപ തരും. 5000? ഒരു നാടകത്തിന് 100 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 3000 രൂപ. നാടകത്തിൽ 3 മണിക്കൂർ അഭിനയിച്ചാൽ മതി. ഇക്കാര്യത്തിൽ 24 മണിക്കൂർ അഭിനയിക്കണം. സാറ് തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു 1000 രൂപ അഡ്വാൻസ് വേണം. പലരും ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പിന്നീട് ക്യാൻസൽ ആയെന്ന് ഒന്ന് പറയും. രാധയ്ക്ക് അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പോ തന്നെ തരാം. ഇത് 1000 രൂപയുണ്ട്. ഞാൻ എപ്പോ പുറപ്പെടണം സർ? മറ്റന്നാൾ ഒരു 9 മണിയോടുകൂടി ആ വളഞ്ഞ വഴിയില്ലേ, അവിടെ വന്നേച്ചാ മതി. ഞാൻ എത്തിക്കൊള്ളാം. ശരിയാണ്, വളഞ്ഞ വഴി കൂടെയാണല്ലോ നമ്മുടെ യാത്ര. അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. കലാകാരി എന്നും പറഞ്ഞ് നടക്കുന്ന ഞാൻ എന്റെ തൊഴിലിനെ വഞ്ചിക്കല്ലേ സർ ചെയ്യുന്നത്? ഇതുകൊണ്ട് ഒരിക്കലും നീ കലയെ വഞ്ചിക്കുന്നില്ല രാധേ. ഇവിടെ ജീവിക്കുകയാണെന്നും പറഞ്ഞ് പലരും അഭിനയിക്കുകയാണ്. നീ കാശിന് വേണ്ടി ജീവിതത്തിൽ ശകലം അഭിനയിക്കാൻ പോകുന്നു. അതിലൊരു തെറ്റുമില്ല. ധൈര്യമായി പോകും. മുഖംമൂടി എടുത്തണിഞ്ഞ് അത് അഴിച്ചു മാറ്റാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് ഈ ലോകത്തിൽ പലരും. നീ ആ ഗതി വരാതെ നോക്കണം. അഭിനയത്തിൽ ജീവിതം കടന്നുകൂടരുത്. ശരി മാസ്റ്റർ. പിന്നെ ഒരു മാസത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല എന്നറിയാമല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ദേവകി ചേച്ചി മാസ്റ്റർ അറിയിക്കും. വേണ്ട ചെയ്യണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ വരട്ടെ. ഞാൻ വരുന്നവരെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശങ്കുണ്ണി മാസ്റ്റർ അറിയിച്ചാ മതി. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. എങ്ങോട്ടാ മോളെ? ചാന്തര അടുത്തേക്കാണ്. അമ്മ ഇങ്ങോട്ട് അവിടേക്കാ. ശരി ചേച്ചി, മോള് പോയിക്കോ. ഞാനും ഈ എങ്ങോട്ടാ മോളെ പെട്ടിപ്പെടുമാനൊക്കെ വെച്ച്? കുറച്ച് ദൂരത്തേക്കാ മമ്മദക്ക. നാടകമുണ്ട്. രാഹുല ഒലാക്കുവത്തില്ലാതില്ല. അനക്ക് നാടകം ഉണ്ടാവും, സിനിമയും ഉണ്ടാവും. ഇത് നന്നാവും മോളെ. പിന്നെ മമ്മദക്ക, ദേവകി ചേച്ചിയുടെ കയ്യില് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. മമ്മദക്കാന്റെ കടമൊക്കെ തീർക്കാൻ. അന്നോട് ഞാൻ കാശ് ചോദിച്ചിട്ടില്ലല്ലോ. മമ്മദക്ക ചോദിച്ചിട്ട് വേണോ ഞാൻ തരാനുള്ള കാശ് തരാൻ? അത് വേണ്ട. അനക്ക് ഞാൻ മീൻ തന്നത് കാശ് മേടിച്ചല്ല. പിന്നെ നമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ ദുനിയാവിൽ ആരില്ല മോളെ. അതുകൊണ്ടല്ലേ അനക്ക് വേണ്ടിയില്ലെങ്കിലും മീൻ തരുന്നത്. മമ്മദക്ക, നമ്മളെ കളം തീർത്തി ഈ നമ്മളെ അനിയന്മാരെ പോലെ ആക്കരുത്. അത് ഞമ്മക്ക് സഹിക്കൂല. മമ്മദക്ക, ഞാൻ ഇതൊന്നും പറയണ്ട. എന്നാ മോൾ തിരിച്ചു വരിക? ഒരു മാസം. സോറി, അല്പം വൈകിപ്പോയി. ഭാര്യമാരിക്കേണ്ട മുൻ സീറ്റിലാണ്. ഞാൻ മറന്നു.
നീ വരുന്ന വിവരത്തിന് ഒരു കത്തെങ്കിലും അയച്ചില്ല രഘു. അമ്മാവൻ ക്ഷമിക്കണം, വിവരം അറിയിക്കാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ചു. ഇതെന്റെ ഭാര്യ രാധ. എന്തായാലും നിനക്ക് ഞങ്ങളൊന്ന് അറിയിക്കാമായിരുന്നില്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അമ്മായി പറഞ്ഞതുപോലെ ഞാൻ വിവാഹം കഴിച്ച് ഭാര്യയുമായി വന്നിരിക്കുകയാണ്. അതേതായാലും നന്നായി. തങ്കമ്മേ, ആ നിലവിളക്ക് കത്തിച്ച് വേഗം കൊണ്ടുവരൂ. പക്ഷേ നിന്റെ കല്യാണ സമയത്ത് ഞങ്ങളും കൂടി വേണമെന്നായിരുന്നു ആഗ്രഹം. അത് സാധിക്കാഞ്ഞുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞൊരു പിറ്റേ ദിവസം തന്നെ എവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വരുമോളെ, വലതുകാലി വെച്ച് കയറും. വരും മക്കളെ, ഇരിക്കൂ. ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. അവര് യാത്ര ചെയ്ത് വന്നതല്ലേ ഭാർഗവി? കുളിക്കാൻ തുണി മാറ്റിയൊക്കെ വേണ്ടേ? അതൊക്കെ കാപ്പി കുടിച്ചിട്ട് മതി. ആ കേട്ടോ രാധേ, ഊണുമുറി വന്നാ പിന്നെ ഇവൾ പറയുന്ന ആ ചട്ടം. പിന്നെ മോനെ എവിടെയമ്മേ? ആ മുറിയിൽ ഇറങ്ങി കിടപ്പുണ്ട്. ആ, നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട് രഘു? 1 മാസം. ഏതായാലും തുടക്കം മോശമായില്ല. അമ്മായിക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. പറഞ്ഞ നുണകളെല്ലാം അപ്പടി വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ഒരു നുണ മറയ്ക്കാൻ ഇനി എത്ര നുണ പറയേണ്ടി വരുമോ എന്നറിയില്ല. എന്തു പറഞ്ഞാലും 1 മാസത്തേക്ക് ഈ നാടകം തുടർന്നല്ലേ പറ്റൂ. ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രിയോ? ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ് സാർ. അതെ, ദയവ് ചെയ്ത് ഈ സാറെ വിളിയൊന്ന് നിർത്തണം. അബദ്ധത്തിന് അമ്മയാണെന്ന് കേട്ടാൽ എല്ലാം കുഴപ്പമാവും. പിന്നെ എന്ത് വിളിക്കും? രവിചേട്ടാന്ന് വിളിച്ചോട്ടെ? ഓ, വിളിച്ചോളൂ. സാർ, ഓ സോറി. രവിചേട്ടാ, എന്താ രാധേ? 1 മാസത്തോളം നമ്മൾ രണ്ടുപേരും തനിയെ ഈ മുറിയിൽ കഴിച്ചു കൂട്ടണ്ടേ? അതെ. സ്ത്രീയും പുരുഷനും തനിയെ ഒരു മുറിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നാൽ പലത് സംഭവിക്കുക എന്നൊക്കെയാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ തമ്മിൽ ഒന്നും സംഭവിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. രാധയ്ക്ക് എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. രാധ ഇവിടെ കിടന്നോളൂ. രവിചേട്ടൻ എവിടെ കിടക്കും? ഞാനിവിടെ താഴെ കിടന്നോളാം. അത് വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. രവിചേട്ടൻ കട്ടിൽ കിടന്നോളാം. രാധേ, ആ വാതിലൊന്ന് പൂട്ടിയേക്കും. ആ വാതിൽ മൂടിയാൽ നമ്മൾ കൊട്ടിയടച്ച മനസ്സിന്റെ വാതിൽ എങ്ങാനും തുറന്നാലോ? വെൽ, നോ ആർഗ്യുമെന്റ്സ്. കണ്ടിടും കൊണ്ട് നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്നാ തോന്നുന്നത്. ഒറ്റ ദിവസത്തെ പരിചയം വെച്ച് ഒരാളെ പറ്റി എങ്ങനെയാ അഭിപ്രായം പറയാ ഭാർഗവി? അല്ല, അതും ശരിയാ. ഇനിയും അവൾ ഇവിടെ കുറെ ദിവസം ഉണ്ടാകുമല്ലോ. നോക്കാം. മോളെ, നീ നിന്റെ മുടി ഇങ്ങനെ സൂക്ഷിക്കാതിട്ടാലോ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും അഴക് അവരുടെ മുടിയാണ്. അല്ല, നീ ഒറ്റ ചെയിൻ ഇട്ടോണ്ടാണ് ഈ നടക്കുന്നത്. ദേ, ഞാനിപ്പോ വരാട്ടോ. ഇത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയായിരുന്നു. ഇനി ഞാൻ എന്തിനത് സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിന് നീ ഇട്ടാൽ മതി. വേണ്ടാമേ,
മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്ക് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. അവളുടെ ഓർമ്മ എന്റെ മനസ്സിൽ വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് വന്നു പോയാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ല മോളെ. എന്താ നിന്റെ കഴുത്തിൽ താലിയില്ലല്ലോ? താലി കെട്ടാത്ത കല്യാണമോ? രഘു, എന്താ അമ്മേ? സത്യം പറ, നീ ഇവിടെ കല്യാണം കഴിച്ചു തന്നെയാണോ? എന്തൊരു ചോദ്യമാണ് അമ്മായി. കല്യാണം കഴിച്ചതാണെങ്കിൽ അവളുടെ കഴുത്തിൽ താലി എവിടെ? അതോ, രജിസ്റ്റർ ഓഫീസ് വെച്ചായിരുന്നു അമ്മായി കല്യാണം കഴിച്ചത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ താലിയെട്ടണമെന്നല്ല അമ്മായി. ഇതെന്താ വല്ല പറമ്പോ നിലമാണോ രജിസ്റ്റർ ആക്കാൻ? മരുമകൻ പറയുന്നത് കേട്ടില്ലേ? രജിസ്റ്റർ ചെയ്തെന്ന്. കല്യാണം എന്ന് വെച്ച കളിയാണോ? ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ താലി കെട്ടണം. എന്റെ രഘു, നിന്റെ അമ്മായിയെ എടുത്തേക്കാൻ നീ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നോ? ഒരു താലി ചെയിൻ വാങ്ങി അവളുടെ കഴുത്തിലിടാവായിരുന്നല്ലോ. ഞാനത് മറന്നുപോയി അമ്മാവ. ഇത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. ഇതെന്റെ ബിന്ദുവിന്റെ താലിശല്ലേ അമ്മായി? അതെ. ഇതെല്ലാം കാണിച്ച് അമ്മായി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കണം. 4 വർഷം ഒരുമിച്ച് ജീവിച്ച നിനക്ക് അവളെ മറക്കാൻ സാധിക്കുന്നില്ല. അവളെ പ്രസവിച്ച് 18 വയസ്സ് വരെ വളർത്തി എനിക്ക് വിഷമില്ലെന്നാണോ നീ പറയുന്നത്? അതല്ലമ്മായി ഞാൻ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട. ഇത് രാധയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. അമ്മേ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? അതെ. അമ്മയ്ക്ക് ഞാൻ സ്വന്തം മകളെ പോലെയല്ലേ? അതെ രാധേ. എങ്കിൽ ആ രാധയാണ് പറയുന്നത്. അമ്മ തന്നെ അത് കെട്ടിത്തന്നാ മതി. കൊണ്ടക്കാടേ കാറ്റുള്ള സായമുള്ള കാറ്റുള്ളാന് എല്ലാ കാറ്റും മുഴുങ്ങാനേ. മുന്നിന്റെ മീൻ വാങ്ങി മുഴുങ്ങിയ കാറ്റുണ്ടടാ അങ്ക. ആര് വാങ്ങി? എവിടുന്ന് വാങ്ങി? എന്ത് വാങ്ങി? അത് വാപ്പ വാങ്ങിയേ. വാപ്പ വാങ്ങിയത് ഇങ്ങനെ വാപ്പനോട് വാങ്ങിക്കോളി. അങ്ങോട്ട് തന്നെ ഞാൻ വാങ്ങും. കഴിക്കട കഴിക്കട സച്ച്. ആകെ കത്തോളൂ പോകുമ്പോ സാട്ടിന് ഒരു കുത്തില്ലേ? കഴിക്കണം. ആയിക്കോട്ടെ, കഴിക്കാൻ. പെരുന്നാളിന് വാങ്ങിയ സാട്ടാണ് പോകുമ്പോഴേക്കാ. ഞാൻ വാങ്ങിയ സച്ച് ഇട്ടതാ. എല്ലാ പെരുന്നാളിനും നിങ്ങൾ എന്നെ വായി തന്നാ മതി. നിങ്ങൾ കുത്തിക്കണല്ലോ. സത്യം ഞമ്മ തട്ടുള്ള നിങ്ങൾ നന്നായിക്കോളി. കവറിറക്കി പോട്ടെ. ആഹാ, ഞാൻ താഴെ മുഴുവനും നോക്കി. ഇവിടെ ഇരിക്കുകയാണോ? എന്തത്ര കാര്യമായി നോക്കുന്നത്? അതെ, ആ കുളം കണ്ടോ? ആ, എല്ലാ വൈകുന്നേരങ്ങളിലും ഞാനും ബിന്ദുവും കൂടി ആ കുളക്കടവിൽ പോയിരിക്കാറുണ്ടായിരുന്നു. മരിച്ചു പോയെങ്കിലും ബിന്ദുവിനോട് എനിക്ക് അസൂയ തോന്നുന്നു ചേട്ടാ. എന്തിന്? ഒരു പുരുഷന്റെ മനസ്സിൽ ഇത്രയേറെ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ. മോനെ, മോനെ, ഏയ് ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മോൻ എന്നെ കണ്ടില്ലെങ്കിൽ ഒരേ കരച്ചില പതിവ്. ഇന്ന് രാധയാണ് അവൻ ഉണർത്തിയത്. ഒരു കരച്ചിലുമില്ല. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന് പുതിയ അമ്മ മതിയെന്നായി തങ്കമ്മേ. അതൊക്കെ ഒരു അഭിനയമല്ലേ? എല്ലാ രണ്ടാനമ്മമാരും ആദ്യം മക്കളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും. കാലം പോകെ പോകെയല്ലേ തനിനിറം പുറത്തു വരുന്നത്. അല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല തങ്കമ്മേ. തനിനിറം പുറത്തു വരുമ്പോഴെങ്കിലും അഭിനയമാണോ അല്ലയോ എന്ന് അറിയാമല്ലോ. അതുവരെ കാത്തിരിക്കുകയെന്ന് ഓർത്തിയുള്ളൂ. ഞാൻ ലോക നടപ്പ് പറഞ്ഞേ ഉള്ളൂ കുഞ്ഞെ. ലോകത്തിന്റെ നടപ്പ് ലോകത്തിനും നമ്മുടെ നടപ്പ് നമുക്കും. തങ്ങമ്മേ, നീ അതൊന്നും പറയാതെ ജോലി നോക്ക്. അമ്മേ, അച്ഛൻ അന്വേഷിച്ചിരുന്നു. ഇതാ തോരയിടും. കുഞ്ഞെ,
ഞാനിങ്ങനെ പറഞ്ഞതിൽ കുഞ്ഞിന് വിഷമം തോന്നരുത്. ഏയ് ഒന്നുമില്ല. കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. കുഞ്ഞിന്റെ മാതിരി ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സിനിമയിലാണോ നാടകത്തിലാണോ എന്നൊരു സംശയം. ശരിയാ, സിനിമയിൽ എന്നെപ്പോലെ ആരും ഉണ്ട്. നിന്റെ ഭാര്യയെ നിന്റെ അമ്മായിക്ക് നന്നായി പിടിച്ചതുപോലെ തോന്നുന്നു. ആരെക്കുറിച്ച് ഒറ്റയടിക്ക് ഒരു അഭിപ്രായം പറയാത്തവളാ. ഇപ്പൊ രാധയുടെ ഗുണഗണങ്ങളെ പറ്റി പറയാനേ നേരമുള്ളൂ. ആട്ടെ, രാധയ്ക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. നീ ഈ കുട്ടിയെ എങ്ങനെ കണ്ടെത്തി? എന്റെ ഓഫീസിന്റെ അടുത്ത ഓഫീസിലാണ് ജോലി. യാദൃശ്യമായി കണ്ടുമുട്ടി, എനിക്കിഷ്ടപ്പെട്ടു. ഒരു മൂന്നാമകൻ മുഖേന ആലോചിച്ചു, വിവാഹം ചെയ്തു. ഓ, അപ്പോ രാധയ്ക്ക് ജോലിയും ഉണ്ടല്ലേ? മോനെ കൊണ്ടുപോയാലും രാധ ജോലിക്ക് പോവോ? ജോലി രാജിവെച്ച് കഴിഞ്ഞു. അത് ശരി. വേണ്ട മോളെ, എല്ലാം അമ്മ ചെയ്തോളാം. ഞാൻ കറിക്ക് കഷ്ണം നുറിക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് അമ്മയൊന്ന് നോക്കണം. നീ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് അടുക്കള വേല ചെയ്യാൻ തുടങ്ങിയാലോ? അടുക്കള പണിയിൽ അമ്മയെ സഹായിക്കാതല്ലാതെ എനിക്കിവിടെ വേറെ എന്താ പണി? എന്നാലേ എല്ലാം നിന്റെ ഇഷ്ടം. ദേ, കൈ മുറിക്കരുത്.